സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന ഒരു ആ, തേങ്ങാപ്പാലിൽ നിന്ന് നമുക്ക് എങ്ങനെ തൈര് ഉണ്ടാക്കാം എന്നുള്ളതാണ് പ്രൊഡക്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റല്ല, നിങ്ങളുടെ മുമ്പിൽ വീഡിയോ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദേശത്തൊക്കെ തേങ്ങാപ്പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കി അവർ മാർക്കറ്റിലൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അത് എക്സാമ്പിളാണ് ഇത് കൊക്കോജൂൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. ഇത് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലും ആരെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പറ്റിയ ഒരു ഐഡിയ ആണത്. പ്യുവർ കോക്കനട്ട് ഓർഗാനിക് കൾച്ചർഡ് കോക്കനട്ട് യോഗട്ടാണ്. അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അവർ കൊടുത്തേക്കുന്നത് ഓർഗാനിക് കോക്കനട്ട്, പിന്നെ വാട്ടർ, പിന്നെ ടപ്പിയൊക്കെ, ഓർഗാനിക് ടപ്പിയൊക്കെ, പിന്നെ പ്രോബയോട്ടിക് കൾച്ചേഴ്സ്. അപ്പോൾ ഇത് ന്യൂയോർക്കിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ ഇത് ഭയങ്കര പോപ്പുലറാണ്, കോക്കനട്ട് യോഗട്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കാം, വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അത് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവരുടെ പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ കാര്യം ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ലാക്ടോബാസിലസ് ഫാമിലിയിൽപ്പെട്ട ബാക്ടീരിയസാണ് കൂടുതൽ. ബാക്കി വേറെ ബാക്ടീരിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിലുള്ള ബാക്ടീരിയ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രോബയോട്ടിക് കൾച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇത് ക്യാൻഡ് കോക്കനട്ട് മിൽക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് കരിക്കെടുക്കുന്നത് തന്നെയാണ്. കരിക്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കരിക്ക് വെള്ളവും പിന്നെ കരിക്കിൻ്റെ കാമ്പും കൂടി എടുത്തിട്ട് മിക്സിയിലടിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഒരു ലിക്വിഡ് ഫോമിലാക്കിയിട്ട് അതെടുക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇവിടെ കരിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു ക്യാൻഡ് കോക്കനട്ട് മിൽക്ക് മേടിച്ചു. ഇതും തായ്ലൻഡിൽ ഉണ്ടാക്കിയതാണ്. വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവാണെന്ന് എഴുതിയിരുന്നത്. എന്തായാലും നമുക്കിത് പൊട്ടിച്ച് തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ക്യാൻ ഓപ്പണർ വെച്ചിട്ടൊന്ന് ഈ കോക്കനട്ട് മിൽക്ക് ഒന്ന് പൊട്ടിച്ച് എടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കോക്കനട്ട് മിൽക്ക് അത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് ഒരു കട്ട പോലെ ഇരിക്കുന്നു. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. സുഹൃത്തുക്കളെ, അപ്പം നേരത്തെ എടുത്ത നമ്മുടെ ഇത് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണോണ്ട് തണുപ്പിച്ചുകൊണ്ട് നമ്മൾ ചൂടാക്കി ഇതേപോലെ ലിക്വിഡ് ഫോമിലാക്കിയിട്ടുണ്ട്. ലിക്വിഡ് ഫോമിലായിട്ട് നമ്മൾ 2 പാത്രത്തിലേക്ക് ഒഴിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇനിയിപ്പോൾ ഈ തൈരുണ്ടാക്കുന്ന 2 രീതിയാണ് കാണിക്കാൻ പോണത്. ഒന്ന് ട്രഡീഷണൽ രീതി. ട്രഡീഷണൽ രീതി എന്ന് പറയുമ്പോൾ പഴയ തൈരിൻ്റെ നാട്ടിലൊക്കെ പറയണ പോലെ ഓറൊഴിക്കുക എന്നാണ് പറയണത്. വേറെ സ്ഥലത്തൊക്കെ എന്താ പറയണത് എനിക്കറിയില്ല. അപ്പോൾ അതിൽ ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടാക്കിയ തൈരിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ് പുതിയ തൈരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ഒരു മെത്തേഡ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യൽ തേങ്ങ തൈരാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. എന്നിട്ടത് നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ്
നമ്മുടെ നാട്ടിലധികം ആരും ഫോളോ ചെയ്യാത്തൊരു മെത്തേഡാണ്. അപ്പോൾ ഇത് പ്രോബയോട്ടിക് ക്യാപ്സൂൾസ് ആണ്. അപ്പോൾ ഫോർമുലേറ്റഡ് വിത്ത് 6 സ്ട്രെയിൻസ് ഓഫ് ഹെൽത്തി ബാക്ടീരിയ, 6 ബില്യൺ ആക്റ്റീവ് സെൽസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബാക്ടീരിയ ഏതൊക്കെയാണെന്ന് കാണിക്കുന്നുണ്ട്. ലാക്ടോബാസിലസ് ഫാമിലിയിൽ പെട്ടതാണ് കൂടുതലും. അപ്പോൾ ഏത് ബാക്ടീരിയയൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ വേറെ എന്താ ബിലിഡോ ബാക്ടീരിയം ഫാമിലിയിലുള്ളതും ഉണ്ട്. ഇതാണ് ബാക്ടീരിയ. ഇത് ബാക്ടീരിയ ഇപ്പോൾ എത്ര സ്ട്രെയിൻ ഉണ്ടെന്ന് നോക്കിയാൽ 6 ഉണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനിയൊക്കെയുള്ളത് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇന്ന് നമ്മൾ 2 ക്യാപ്സൂൾ എടുക്കുക, 2 അല്ലെങ്കിൽ 3 എടുത്തിട്ട് ഈ ബാക്ടീരിയൻ്റെ അകത്ത് ഗ്രോയിൻ നമ്മൾ ചെയ്യുക. അതിന് വേണ്ടി ഇത് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ ഇതിങ്ങനെ ഇട്ടിട്ട് ഇപ്പം നമ്മൾ ഈ പ്രോബയോട്ടിക് ക്യാപ്സൂൾ ഇതിനകത്ത് പൊടിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ഇനി ഇത് ഒന്ന് മൂടി വെക്കുക ഒരു ലൂക്ക് വാം ടെമ്പറേച്ചറിൽ. അപ്പോൾ നമുക്ക് 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 48 മണിക്കൂർ അത്രേ എടുക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം തൈര് എങ്ങനെ വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തേങ്ങ പാലിച്ചിട്ട് തൈര് ഉണ്ടാക്കാൻ നോക്കിയ ശ്രമം ഒരു ഇതൊക്കെ വിജയത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 മെത്തേഡ് ചെയ്തത്. ഒന്ന് ഈ കോക്കനട്ട് യോഗട്ട് തേങ്ങ തൈര് കടയിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു സ്കൂപ്പ് എടുത്തിട്ട് നമ്മൾ ഇല്ലാത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ഈ പ്രോബയോട്ടിക് ക്യാപ്സൂൾ, ഈ ബാക്ടീരിയ ഒക്കെ ഉള്ളത്, ഈ 6 സ്ട്രെയിൻ ബാക്ടീരിയ പ്രോബയോട്ടിക് സ്ട്രെയിനാണ്. ലാക്ടോബാസിലസും പിന്നെ വിബിഡോ ബാക്ടീരിയ ഫാമിലിയിലുള്ള വിബിഡോ ബാക്ടീരിയ 3, ലാക്ടോബാസിലസ് ഫാമിലി 3 സ്ട്രെയിൻ. അതാണ് നമ്മൾ ഇട്ടത്. അത് നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്തു. ഇവിടെ തേങ്ങ കിട്ടാനില്ലാത്തതുണ്ട്. അപ്പോൾ അതാണ് ഇത്തിരി താമസം വന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇത് 3ാമത്തെ ദിവസത്തെ റിസൾട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രോബയോട്ടിക് ഇട്ടത്. ഇത് നമ്മൾ ഇതിൻ്റെ സ്കൂപ്പ് പഴയതുണ്ടായിരുന്നപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കിയത്. അപ്പോൾ ഇത് 2 ഒന്ന് ടേസ്റ്റ് നോക്കാം. ആദ്യം ഈ സാധനം ഇട്ട് തേങ്ങാപ്പാലിട്ട് തൈരാക്കിയത് ഫെർമെൻറ്റ് ചെയ്തതെന്ന് നോക്കാം. ഇത് തൈര് പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നെ കൊമേഴ്ഷ്യൽ തൈര് പോലെ കട്ട പോലെയൊന്നും ആയിട്ടില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരുവിധം തൈര് പോലെ ഉണ്ട്, പക്ഷേ തേങ്ങയുടെ പഞ്ചുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത അത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല അതിൽ. എന്നാലും വെൽ ടു ഡു ആണ്. ഇനി ഇതൊന്ന് നോക്കാം. ഇത് പ്രോബയോട്ടിക് ക്യാപ്സൂളാണ്. ഇത് കുറച്ചും കൂടി കട്ടി പോലെ ആയിട്ടുണ്ട്. ഇതും ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ ഈ മെത്തേഡാണ് വർക്കൗട്ട് ആയത്.
അപ്പോൾ ഈ കേസിൽ. പക്ഷെ ഞാനിത് നാട്ടിൽ ചെയ്തപ്പോൾ അത്രയും റിസൾട്ടായില്ല. അതെന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ടായി, ഇത് 3ാമത്തെ ദിവസമായത്. പിന്നെ ഇത് ചെയ്ത് നോക്കണവർ എല്ലാവരും ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല നാടൻ കരിക്കെന്ന് പറഞ്ഞ് റോഡ് സൈഡിൽ നിന്ന് മേടിക്കുന്ന കരിക്കല്ല. റോഡ് സൈഡിൽ തമിഴന്മാർ വെക്കണ, കേരളത്തിൽ വെക്കണ ആ കരിക്ക് വെച്ച് ചെയ്താവില്ല. നമ്മുടെ വീട്ടിൽ കരിക്കുണ്ടെങ്കിൽ അതെടുക്കുക. അതെടുത്തിട്ട് അതിൻ്റെ വെള്ളം എടുക്കുക, അതിൻ്റെ മറ്റേ അകത്തെ കാമ്പ് എടുക്കുക. എന്നിട്ട് കാമ്പ് ജ്യൂസ് മിക്സിയിലിട്ടടിക്കുക. അടിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം ആഡ് ചെയ്യുക, കരിക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത നാട്ടിലത്തെ ടെമ്പറേച്ചറും കാലാവസ്ഥയും പിന്നെ ഒറിജിനൽ കരിക്കും ആയതുകൊണ്ട് അത് 2ാമത്തെ ദിവസം എന്തായാലും ആയിരിക്കും. അപ്പോൾ ഇവിടെ 3ാമത്തെ ദിവസം എടുക്കും നമ്മൾ തേങ്ങാപ്പാൽ മേടിച്ചുകൊണ്ട്. എന്നിരുന്നാലും നല്ല നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പുളിശ്ശേരിയോ തോരനോ, പുളിശ്ശേരി ഉണ്ടാക്കാൻ പിന്നെ ചോറിലൊഴിച്ച് കഴിക്കാനൊക്കെ പറ്റിയ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഈ പ്രോബയോട്ടിക് ക്യാപ്സ്യൂള് വെച്ച് ഈ തൈരുണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ വെച്ച്, പ്രോബയോട്ടിക് ക്യാപ്സ്യൂളും തേങ്ങാപ്പാലും വെച്ചിട്ട് തൈരുണ്ടാക്കുന്നത് മലയാളത്തിലാരും ചെയ്തു കണ്ടില്ല യൂട്യൂബിൽ. ഫോറിനേഴ്സ്, ഇംഗ്ലീഷുകാരൊക്കെ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. സായിപ്പന്മാരെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയല്ല, എന്നാലും ഇംഗ്ലീഷുകാർ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിലൊരു വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഒരു അവയർനെസ് ജനറേറ്റ് ചെയ്യാൻ അപ്പം നമ്മുടെ നാട്ടിലെ കരിയർഷർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി തൈരുണ്ടാക്കാവുന്നതാണ്. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു നെഗറ്റീവ് സൈഡ് പറയാനുള്ളത് തേങ്ങയുടെ ഒരു പഞ്ചുണ്ടാവും, പക്ഷേ അത് കറിയാക്കി കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല. അതൊരു ഇത് മാത്രമേ ഉള്ളൂ മറ്റേ തൈരായിട്ട് അപേക്ഷിച്ച്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. തേങ്ങാപ്പാലിൽ നിന്നുള്ള തൈര് അല്ലെങ്കിൽ കോക്കനട്ട് യോഗട്ട്.